നേരിട്ട എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്ത് നൽകിയത് നാടിന്റെ ഒത്തൊരുമയും ഐക്യവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെയും എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് കാലിക്കടവ് മൈതാനത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ൽ തകർന്നടിഞ്ഞു കിടന്ന നാടിന്റെ ഭരണസാരഥ്യമാണ് ജനങ്ങൾ സർക്കാരിനെ ഏൽപ്പിച്ചത്. നാടിനെ കാലോചിതമായി മാറ്റി വികസനം ഉറപ്പുവരുത്തുക എന്ന ദൗത്യവുമായി മുന്നോട്ടു പോയപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ, പകർച്ചവ്യാധികൾ, നൂറ്റാണ്ടിലെ മഹാപ്രളയം, കോവിഡ് തുടങ്ങിയ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്ത് നൽകിയത് നാടിന്റെ ഒത്തൊരുമയും ഐക്യവുമാണ്. ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ സംസ്ഥാനത്തിന്റെ കൂടെ നിന്ന് അതിജീവനം നേടാൻ സഹായിക്കാൻ ബാധ്യതയുള്ള കേന്ദ്ര സർക്കാർ ഒരു ഘട്ടത്തിലും ആവശ്യമായ സഹായം നൽകിയില്ല. നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയും ലഭിക്കാൻ സാധ്യതയുള്ള സഹായങ്ങൾ അധികാരമുപയോഗിച്ച് തടയുകയും ചെയ്തു. എന്നാൽ ജനങ്ങൾ സർക്കാരുമായി സഹകരിച്ച് നിലപാടെടുത്തതിനാൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞു. രാജ്യവും ലോകവും ആശ്ചര്യപൂർവ്വം കേരളത്തിന്റെ അതിജീവനം നോക്കിക്കണ്ടു. എല്ലാ സഹായവും നിഷേധിച്ച കേന്ദ്ര സർക്കാരിൽ നിന്ന് തന്നെ കേരളത്തിന്റെ മികവിനുള്ള പുരസ്കാരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വാങ്ങിക്കാൻ കഴിഞ്ഞു. LDF സർക്കാരിനെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആകാവുന്ന രീതിയിൽ പുരോഗതിയിലേക്ക് നയിക്കാനാണ് ശ്രമിച്ചത്. 2016 കേരളീയരാകെ ശപിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്തിന് അറുതി വരുത്തിക്കൊണ്ട് LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. അങ്ങനെ കണക്കാക്കിയാൽ 9 വർഷമായി തുടരുന്ന ഒരു സർക്കാരിന്റെ ഭാഗം കൂടിയാണ് 2021 അധികാരത്തിൽ വരിക സർക്കാരിന്റെ 4ാം വാർഷികം. ഇവിടെ 2016 തകർന്നടിഞ്ഞു കിടന്ന ഒരു നാടിന്റെ ഭരണസാരഥ്യമാണ് ജനങ്ങൾ LDFിനെ ഏൽപ്പിച്ചത്. അത് ഈ നാടിനെ കാലോചിതമായി മാറ്റി തീർക്കണം, മറ്റു പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വികസനം ഞങ്ങൾക്ക് വേണം, ഈ നാടിനും വേണം, നാടിന്റെ പുരോഗതി ഉറപ്പുവരുത്തണം. അങ്ങനത്തെ വിവിധ പ്രശ്നങ്ങളുണ്ട്, അതിലേക്കൊന്നും യാതൊരു പോകുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു ദൗത്യമാണ് LDF സർക്കാരിനെ ജനങ്ങൾ ഏൽപ്പിച്ചത്. ആ ദൗത്യം നിറവേറ്റാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. ഒട്ടേറെ ബന്ധങ്ങൾ, അതോടൊപ്പം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് കരുതിയിരുന്ന പല പദ്ധതികളും സർക്കാരിന് നടപ്പാക്കാൻ സാധിച്ചു. 2016 ഉണ്ടായിരുന്നതിനേക്കാൾ റോഡുകൾ വികസിച്ചു. റോഡ് നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണതയിലേക്കെത്തി. ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ അധികം സമയനഷ്ടമില്ലാതെയുള്ള സഞ്ചാരവും സാധ്യമാകും. ഗെയിൽ പൈപ്പ് ലൈൻ, സിറ്റി ഗ്യാസ് പദ്ധതി, ഇടമൺ കൊച്ചി പവർ ഹൈവേ, ഗ്രീൻഫീൽഡ് ഹൈവേ, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, കോവളം ബേക്കൽ ജലപാത തുടങ്ങി നാടിന്റെ മാറ്റം ആരെയും കൊതിപ്പിക്കുന്നതാണ്.
കേരളത്തിന്റെ പ്രകൃതി ഭംഗിയോടൊപ്പം പശ്ചാത്തല സൗകര്യവും വികസിക്കുന്നു. 60 ലക്ഷം പേർക്ക് 1600 രൂപ ക്ഷേമ പെൻഷൻ നൽകി വരുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയ സമസ്ത മേഖലകളിലും കേരളം പുരോഗതിയുടെ പാതയിലാണ്. കാലിക്കടവിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുകയാണ് വനം വകുപ്പിന്റെ സ്റ്റാൾ. വിവിധങ്ങളായ വനവിഭവങ്ങളുടെ വിൽപ്പനാ സ്റ്റാളും ഇവിടെ വനം വകുപ്പ് സജ്ജീകരിച്ചിട്ടുണ്ട്. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റുന്ന രീതിയിൽ 4 സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവുമാണ് പ്രധാന ആകർഷണം. കാട്ടുതേൻ, മുളയരി, മറയൂർ ശർക്കര, കാപ്പിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചെറുതേൻ, കുടംപുളി, കുരുമുളക്, ചന്ദന സോപ്പ്, താളിപ്പൊടി തുടങ്ങി 20ലേറെ തനതുൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത്. കേരളത്തിലെ വിവിധ വനങ്ങളും ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും ഇവിടെ പരിചയപ്പെടുത്തുന്നു. വിവിധ വന്യജീവികളുടെ കാൽപ്പാടുകൾ തിരിച്ചറിയുന്നതിനുള്ള ഫോട്ടോ പ്രദർശനവും ഉണ്ട്. ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കായി ആൽമരവും ചിത്രശലഭ വൈവിധ്യവും ഫോട്ടോ പോയിന്റും സജ്ജീകരിച്ചിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കി വരുന്ന 10 കർമ്മ പരിപാടികളുടെ വിശദാംശങ്ങൾ പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വികസന പദ്ധതികളും നേട്ടങ്ങളും വിളിച്ചറിയിക്കുന്ന ബോർഡുകളും സമീപകാലത്ത് ജില്ലയിലെ വാർത്തകളിൽ ഇടം പിടിച്ച പദ്ധതികളും പരിപാടികളും കൊളാഷ് രൂപത്തിലും മിഷൻ സർപ്പയുടെ ഭാഗമായുള്ള കിയോസ്കും തയ്യാറാക്കിയിട്ടുണ്ട്. സ്റ്റാളുകളിലെ സന്ദർശകർക്കായി പ്രശ്നോത്തരി മത്സരവും സംഘടിപ്പിക്കുന്നു. ജനകീയമായി വികസന പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം കേരളത്തിൽ രൂപപ്പെട്ടു എന്നുള്ളതാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് വിജ്ഞാന കേരളം അഡ്വൈസറും മുൻ മന്ത്രിയുമായ ഡോക്ടർ ടി.എം. തോമസ് ഐസക് പറഞ്ഞു. എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ 4ാം ദിനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ ആസൂത്രണം പിന്നിട്ട പടവുകൾ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്രാമസഭ, കുടുംബശ്രീ, വിദ്യാലയ വികസന സമിതി തുടങ്ങി ഇന്ന് ജനപങ്കാളിത്തത്തിന് ഒരുപാട് വേദികളുണ്ട്. ഇതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇടങ്ങളിലെല്ലാം ഏതൊരു പൗരനും സധൈര്യം ഇടപെടുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണമാകുന്നതെന്നും അതുതന്നെയാണ് നമ്മുടെ ജനകീയ ആസൂത്രണത്തിന്റെ വിജയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശുചിത്വ പരിപാടികൾ, മാലിന്യ സംസ്കരണ പരിപാടികൾ, വയോജനക്ഷേമ പരിപാടികൾ, ഡിജിറ്റൽ സാക്ഷരത, അങ്ങനെ എല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ഇന്ന് നടപ്പിലാക്കുന്നത്. ഇങ്ങനെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഏത് തരത്തിലുള്ള പദ്ധതിയാണെങ്കിലും എല്ലാം സംയോജിപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം പഞ്ചായത്തുകളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ മറ്റൊരു മേന്മയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനകീയാസൂത്രണം സാധ്യമായതോടെ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും സ്ത്രീ പങ്കാളിത്തത്തിൽ വർധനവുണ്ടാക്കാൻ കഴിഞ്ഞു. ജനപ്രതിനിധികളിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കി. കുടുംബശ്രീ സ്ത്രീ ശാക്തീകരണത്തിന്റെ വലിയൊരു വേദിയായി. ലോകത്താദ്യമായി കേരളത്തിൽ ജെൻഡർ ബജറ്റ് നടപ്പിലാക്കി 10% ഫണ്ട് വനിതാ ഘടക പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇവയെല്ലാം തന്നെ ജനകീയാസൂത്രണത്തിലൂടെ സാധ്യമായതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുകൂടാതെ
കേരളത്തിലെ തൊഴിൽ രഹിതരുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് മിഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി കമ്മിറ്റികൾ രൂപീകരിക്കുകയും തൊഴിൽ അന്വേഷകരെ കണ്ടെത്തി അവർക്കാവശ്യമായ നൈപുണ്യ പരിശീലനവും തൊഴിലും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു. ജനകീയാസൂത്രണം 30 വർഷം പിന്നിടുമ്പോൾ അതിന്റെ നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയണമെന്നും ജനപ്രതിനിധികൾക്കാവശ്യമായ പരിശീലനം നൽകണമെന്നും അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. രവി, ജില്ലാ ആസൂത്രണ സമിതി നോമിനി അഡ്വക്കേറ്റ് സി. രാമചന്ദ്രൻ, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ കെ. ബാലകൃഷ്ണൻ തുടങ്ങിയവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജി. സുധാകരൻ സ്വാഗതവും ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി. രാജേഷ് നന്ദിയും പറഞ്ഞു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വകുപ്പ് ജീവനക്കാർ, കില ഫാക്കൽറ്റീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒന്നാം ഇടതുപക്ഷ സർക്കാരിനെ നയിച്ച EMS പ്രതിദാനം ചെയ്ത മണ്ഡലമായ നീലേശ്വരം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് കാസർഗോഡ് ജില്ലയെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണവും അതുതന്നെയാണ്. ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളും നൂറ്റാണ്ടിലെ മഹാപ്രളയവും കോവിഡ് മഹാമാരി അടക്കമുള്ള പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്ത് നൽകിയത് നാടിന്റെ ഒത്തൊരുമയും ഐക്യവുമാണ്. നാടിനെ കാലോചിതമായി മാറ്റി വികസനം ഉറപ്പുവരുത്തുക എന്ന ദൗത്യവുമായി ഇടതുപക്ഷ സർക്കാർ മുന്നോട്ടേക്ക് കുതിക്കുകയാണ്. സർക്കാരിന്റെ 4ാം വാർഷിക പരിപാടികൾ നടക്കുന്ന കാലിക്കടവിലെ ഫെസ്റ്റിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് പവലിയന്റെ ഭാഗമായാണ് ബർമ ബ്രിഡ്ജ് നിർമ്മിച്ചത്. അപകട സ്ഥലങ്ങളിലും ഒഴുക്കുള്ള പുഴ കടക്കുവാനും രക്ഷാപ്രവർത്തനത്തിനും റോപ്പ് കൊണ്ടുണ്ടാക്കുന്ന താൽക്കാലിക പാലമാണ് ബർമ ബ്രിഡ്ജ്. ബർമ ബ്രിഡ്ജ് നിർമ്മിച്ച് നാട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെ ഭീതി അകറ്റുകയാണ് ഫയർഫോഴ്സ് ലക്ഷ്യമിടുന്നത്. കുട്ടികൾക്ക് വിനോദം എന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താനും ജീവനക്കാർ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ബർമ ബ്രിഡ്ജിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാരി നിർവഹിച്ചു. സ്റ്റേഷൻ ഓഫീസർ പ്രഭാകരൻ KV പ്രവർത്തനം വിശദീകരിച്ചു. ദേശീയ ഖോ-ഖോ ബാലതാരം K. അഭിഹർഷ് ബർമ ബ്രിഡ്ജിൽ ആദ്യ സാഹസിക യാത്ര നടത്തി. 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക പരിപാടികളിൽ കലാമണ്ഡലം സ്വരചന്ദം സംഘവും അവതരിപ്പിച്ച ദുര്യോധനവധം കഥകളി വേറിട്ട അനുഭവമായി. 3.5 മണിക്കൂർ നീണ്ട കഥയിൽ കൗരവസഭയിൽ വച്ചുള്ള ചൂതുകളി, പാഞ്ചാലി വസ്ത്രാക്ഷേപം, ദൂത്, ദുശാസനവധം എന്നീ രംഗങ്ങളാണ് അവതരിപ്പിച്ചത്. ഭീമനായി ഉദിനൂർ സ്വദേശിയായ സ്വരചന്ദ് കലാമണ്ഡലം വേദിയിൽ നിറഞ്ഞാടുകയായിരുന്നു. ധർമ്മപുത്രരായി കലാമണ്ഡലം അക്ഷയയും പാഞ്ചാലിയായി മീരയും വേഷമിട്ടു. ദുര്യോധനൻ കലാമണ്ഡലം അജീഷ്, വിശ്വാസൻ കലാമണ്ഡലം അജീഷ് ദുര്യോധനൻ, കലാമണ്ഡലം അജീഷ് ദുശാസനൻ, കലാമണ്ഡലം സായി കാർത്തിക് ശകുനി, കലാമണ്ഡലം സായന്ത് ശ്രീകൃഷ്ണൻ, കലാമണ്ഡലം ഗിരീഷ് പാട്ട്, കലാമണ്ഡലം സാരംഗ്, കലാമണ്ഡലം വിഷ്ണു ചെണ്ട, കലാമണ്ഡലം ആദിത്യൻ, കലാമണ്ഡലം ശ്രീരാഗ് മദ്ദളം, കലാമണ്ഡലം അക്ഷയ്, കലാമണ്ഡലം വിഷ്ണു സന്തോഷ്, ചുട്ടി, കലാമണ്ഡലം ഋഷി, കലാമണ്ഡലം സനൽ, അണിയറ ഷാജി പ്രേമൻ, കോപ്പ്, സത്കലാപീഠം, കലാപീഠം പയ്യന്നൂർ തുടങ്ങി കഥകളി രംഗത്തെ യുവപ്രതിഭകളാണ് കഥകളി അവതരിപ്പിച്ചത് എന്നത് പ്രത്യേകതയാണ്. കൂടാതെ 2 യുവതികളും കഥകളിയിൽ വേഷമിട്ടു. മലബാറിൽ കഥകളി വിരളമായേ അവതരിപ്പിക്കാറുള്ളൂ എങ്കിലും സ്വരചന്ദിന്റെ നേതൃത്വത്തിലുള്ള കഥകളി ടീം അടുത്തിടെ നിരവധി വേദികൾ കീഴടക്കി മുന്നേറുകയാണ്. ലോക മലമ്പനി ദിനാചരണത്തോടനുബന്ധിച്ച് ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൗത്യം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാലിക്കടവ് മൈതാനിയിലെ ഓഡിറ്റോറിയത്തിൽ വച്ച് സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് സരിത SS നിർവഹിച്ചു. ദേശീയ ആരോഗ്യ ദൗത്യം കാസർഗോഡ് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അരുൺ PV അധ്യക്ഷത വഹിച്ചു. ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് മഠത്തിൽ സ്വാഗതവും നീലേശ്വരം താലൂക്ക് ആശുപത്രി ഹെൽത്ത് സൂപ്പർവൈസർ അജിത് C. ഫിലിപ്പ് നന്ദിയും പറഞ്ഞു.
കായിക വകുപ്പിന്റെ പവലിയനിൽ എത്തുന്നവർക്ക് നിറയെ കായിക വിനോദങ്ങളാണ് വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളുടെ ഇഷ്ടകേന്ദ്രമായി പവലിയൻ ഇതിനോടകം മാറിക്കഴിഞ്ഞു. ആർച്ചറി, ഡാറ്റ്സ്, ടേബിൾ ടെന്നീസ്, ഹോക്കി, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, പുളാലൂപ്പ്, സ്കിപ്പിംഗ്, ബാലൻസിംഗ് ആൻഡ് മൈൻഡ് ഗെയിംസ് തുടങ്ങി കുട്ടികളുടെ ആരോഗ്യ നിർണയത്തിനുള്ള സംവിധാനങ്ങൾ വരെ പവലിയനിൽ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും കളിക്കാൻ കഴിയുന്ന രീതിയിൽ വിവിധ കായിക ഇനങ്ങളുടെ മിനി സ്റ്റേഡിയമാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഏപ്രിൽ 27 വരെ കാലിക്കടവ് മൈതാനത്ത് സംഘടിപ്പിച്ചു വരുന്ന പ്രദർശനമേളയിൽ പവലിയൻ ജനങ്ങൾക്ക് സൗജന്യമായി സന്ദർശിക്കാം. കൂടുതൽ ആളുകൾ, കുട്ടികളെയും മുതിർന്നവരെയും കളിസ്ഥലങ്ങളിലേക്ക് തിരികെ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ കായിക വകുപ്പ് നടത്തിവരുന്ന പദ്ധതികൾ പവലിയനിൽ കാണാം. കായിക രംഗത്ത് രാജ്യത്തിന് തന്നെ അഭിമാനിക്കാവുന്ന വിവിധ നേട്ടങ്ങൾ ഉണ്ടാക്കിയ സംസ്ഥാന കായിക വകുപ്പിന്റെ മികച്ച നേട്ടങ്ങളുടെ മിനി രൂപങ്ങൾ ഒരുക്കിയും കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയുമാണ് പവലിയൻ ശ്രദ്ധ നേടുന്നത്. കായിക മേഖലയുടെ സമഗ്രമായ മുന്നേറ്റം മുന്നിൽ കണ്ട് 3500 കോടി രൂപയുടെ സമഗ്ര വികസനമാണ് കേരള സർക്കാരിന് കീഴിൽ വരുന്ന കായിക വകുപ്പ് സംസ്ഥാനത്ത് ഇതുവരെ നടത്തിയിട്ടുള്ളത്. 1000 കോടി രൂപയുടെ കിഫ്ബി ഫണ്ടും 2500 കോടി രൂപയുടെ പ്ലാൻ ഫണ്ടും MLA ഫണ്ടും ഉപയോഗിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് സർക്കാരിന്റെ ഇതുവരെയുള്ള നേട്ടം. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്നതാണ് കായിക വകുപ്പിന്റെ പ്രാഥമിക ലക്ഷ്യം. ഇതിന്റെ ആദ്യഘട്ടമെന്നോണം 124 പഞ്ചായത്തുകളിലാണ് കായിക വകുപ്പ് കളിക്കളങ്ങൾ ഒരുക്കുന്നത്. ഇതിൽ 65 എണ്ണത്തിന്റെ പ്രവൃത്തികൾ ഇതിനോടകം ആരംഭിക്കുകയും 24 എണ്ണം ഉടൻ ആരംഭിക്കുകയും ചെയ്യും. രാജ്യത്താദ്യമായി തദ്ദേശ സ്ഥാപന തലത്തിൽ സ്പോർട്സ് കൗൺസിലുകൾ രൂപീകരിക്കുകയും 2000-ലെ സ്പോർട്സ് ആക്ടിന്റെ സഹായത്തോടെ ജനാധിപത്യ രീതിയിൽ സ്പോർട്സ് കൗൺസിലുകൾ പുനഃസംഘടിപ്പിക്കുകയും ചെയ്യാൻ കായിക വകുപ്പിന് സാധിച്ചിട്ടുണ്ട്. സ്പോർട്സ് കൗൺസിലിന്റെ തലപ്പത്തേക്ക് ഇതുവരെ മറ്റൊരു സർക്കാരിനും സാധിക്കാത്ത വിധം കൂടുതൽ കായിക താരങ്ങളെ നിയമിക്കാൻ സാധിച്ചു എന്നതും കേരള സർക്കാരിന്റെ ഈ മേഖലയിലെ മികച്ച നേട്ടമാണ്. മികച്ച കായികക്ഷമതയുള്ള കുട്ടികളും യുവാക്കളുമാണ് ഒരു നാടിന്റെ സമ്പത്ത്. ഇതിലേക്ക് നമ്മുടെ പൗരന്മാരെ എത്തിക്കാൻ മികച്ച സ്റ്റേഡിയങ്ങൾ കൂടി ഉണ്ടാകേണ്ടതുണ്ട് എന്ന ലക്ഷ്യത്തോടെയാണ് കായിക വകുപ്പ് സംസ്ഥാനത്തെ 11 ജില്ലകളിൽ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചത്. അതിൽ 10 എണ്ണത്തിന്റെയും പണി അവസാന ഘട്ടത്തിലാണ്. വയനാട് ജില്ലയിൽ നിന്ന് കായിക രംഗത്തേക്ക് മികച്ച തലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തിൽ ആരംഭിച്ച ജില്ലാ സ്റ്റേഡിയത്തിന്റെ പണി ഇതിനോടകം മുഴുവൻ പൂർത്തിയാക്കാനും സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. കാലിക്കടവ് മൈതാനത്തൊരുക്കിയിരിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ സജ്ജീകരിച്ചിരിക്കുന്ന സ്റ്റാളുകളിലേക്ക് ജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് PRD പവലിയനാണ്. കേരള മോഡൽ വികസനത്തിന്റെ നേർക്കാഴ്ചയൊരുക്കി നാടോടിയ 9 ആണ്ടുകൾ തുറന്നു കാണിക്കുകയാണ് PRD പവലിയൻ. ഏറെ മനോഹരവും ഹൃദ്യവുമാണ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് മേളയുടെ ഭാഗമായി തയ്യാറാക്കിയിരിക്കുന്ന PRD പവലിയൻ. 2305 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിരിക്കുന്ന PRD പവലിയൻ നിറയെ സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചകളാണ്. സന്ദർശന കവാടത്തിനരികെ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മുതൽ ഇങ്ങോട്ടുള്ള വികസന ക്ഷേമയാത്രകളിലെ സർക്കാരിന്റെ നേട്ടങ്ങളുടെ അടയാളപ്പെടുത്തലുകളും കാണാം. ലോക നേതാക്കൾ മുതൽ നാട്ടിലെ പ്രതിഭകൾ വരെ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ഓർമ്മകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ലോക കേരള സഭയുടെ ചിത്രവും പവലിയനിലുണ്ട്. പവലിയന്റെ മറുഭാഗത്ത് സുസ്ഥിര വികസനത്തിൽ തുടങ്ങി വിവിധ മേഖലകളിൽ കൈവരിച്ചിട്ടുള്ള വികസന നേട്ടങ്ങളുടെ വിവരണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം, റവന്യൂ, സഹകരണം, കാർഷികം, വനിത, IT, തൊഴിൽ, വൈദ്യുതി, മലയോര ഹൈവേ, വാട്ടർ മെട്രോ തുടങ്ങി വിവിധ മേഖലകളിലെ കൈവരിച്ചിട്ടുള്ള വികസനങ്ങളുടെ വിവരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. വികസന വഴിയിലെ പൊൻതൂവലുകളായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും അതിവേഗ പാതകളുടെ വിവരണങ്ങളും പവലിയനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പവലിയനിൽ എത്തുന്നവർക്ക് എന്റെ കേരളം മാഗസിന്റെ കവർ പേജ് മാതൃകയിൽ തയ്യാറാക്കിയ നവകേരളം ഫ്രെയിമിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അവസരവുമുണ്ട്. സർക്കാർ നേട്ടങ്ങളുടെ വിവരങ്ങൾ വിരൽത്തുമ്പിലൂടെ സജ്ജീകരിച്ചിരിക്കുന്ന വലിയ സ്ക്രീനിൽ ലഭിക്കുന്നതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ ചെറിയ കുട്ടികളെ ഏറെ ആകർഷിക്കുന്നതാണ് വനിതാ ശിശു വികസന വകുപ്പ് പവലിയൻ. കൊച്ചു കൊച്ചു കുട്ടികളാണ് കുട്ടികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്.
പ്രധാനമായും അംഗൻവാടി കുട്ടികളെയും രക്ഷിതാക്കളെയും ലക്ഷ്യം വച്ചാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കുട്ടികളുടെ ഏകാഗ്രതയും ലക്ഷ്യബോധവും വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ചെറുകളികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളുടെ വളർച്ചയും തൂക്കവും നിരീക്ഷിക്കാനും ബോഡി മാസ് ഇൻഡെക്സ് കണക്കാക്കി ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാനും ജീവനക്കാരുണ്ട്. ഒരു അംഗൻവാടി എങ്ങനെയായിരിക്കണം എന്നതിന്റെ മാതൃകയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൗൺസിലിംഗ് ആൻഡ് പാരന്റിംഗ് ക്ലിനിക്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും കൗൺസിലിംഗ് സൗകര്യം ഉണ്ട്. പോഷകാഹാര പ്രദർശനം, പോഷൺ സെൽഫി പോയിന്റ്സ്, വ്യത്യസ്ത വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒപ്പുശേഖരണം എന്നിവയും സ്റ്റാളിനകത്ത് നടക്കുന്നുണ്ട്. കളർ തീം അടിസ്ഥാനമാക്കിയാണ് സ്റ്റാളിന്റെ പ്രവർത്തനം. ഓരോ ദിവസവും വ്യത്യസ്ത നിറങ്ങളിലാണ് സ്റ്റാൾ കാണപ്പെടുക. വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വിവിധ പദ്ധതികൾ പരിചയപ്പെടുത്തുകയും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. പച്ച പുതച്ചൊരു സ്റ്റാളുണ്ട് കാസർഗോഡ് എന്റെ കേരളം പ്രദർശന നഗരിയിൽ. ഹരിത കേരള മിഷനാണ് കുടിനീരുറവയുടെ കഥ കൂടി പറയുന്ന പവലിയൻ സജ്ജമാക്കിയത്. പേര് പോലെ തന്നെ ഹരിതമാണ് ഹരിത കേരള മിഷൻ ഒരുക്കിയ സ്റ്റാളുകളും. പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചൊരുക്കിയ സ്റ്റാളിലെ ബോർഡുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് തളപ്പായയിലാണ്. മിഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം പാളകളിലും പേപ്പറുകളിലും എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സ്റ്റാളിന്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ് കളിമണ്ണിൽ നിർമ്മിച്ചിരിക്കുന്ന തുരങ്കം. ഒരു തുരങ്കത്തിൽ നിന്ന് ജലം കയർ ഭൂവവസ്ത്രം ധരിച്ച തോട്ടിലൂടെ പാടശേഖരത്തിലേക്ക് ഒഴുകിയെത്തുന്നു. ആ ജലം പാടശേഖരത്തിലെ നെല്ല്, മില്ലറ്റ്, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയവയ്ക്ക് ഉപയോഗിച്ച് ശേഷിക്കുന്ന വെള്ളം തലക്കുളത്തിലേക്കെത്തുകയും അത് പുനരുപയോഗത്തിന് സാധ്യമാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് സ്റ്റാളിലെ തുരങ്കം സജ്ജീകരിച്ചിരിക്കുന്നത്. സ്റ്റാളിന്റെ മറുഭാഗത്തൊരുക്കിയിരിക്കുന്ന കണ്ടൽക്കാട് കാണികൾക്ക് ഏറെ കൗതുകം ജനിപ്പിക്കുന്നതാണ്. കാസർഗോഡ് ജില്ലയിലെ സ്വന്തം കണ്ടലിനങ്ങളുടെ അപൂർവ ശേഖരം ജീവനം നീലേശ്വരവുമായി ചേർന്ന് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിനായി കേരളത്തിൽ നടപ്പാക്കി വരുന്ന പച്ചത്തുരുത്തിന്റെയും ഔഷധത്തോട്ടത്തിന്റെയും മാതൃകയും കാണാനാകും. നെറ്റ് സീറോ കാർബൺ ക്യാമ്പയിൻ, രാജ്യത്താദ്യമായി ജലബജറ്റ് നടപ്പിലാക്കിയ ജില്ല തുടങ്ങിയ നേട്ടങ്ങൾ സ്റ്റാളിലെ പോസ്റ്ററുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നവകേരള സൃഷ്ടിയിൽ വികസനത്തിലൂന്നി എണ്ണിപ്പറയേണ്ട നാഴികക്കല്ലുകൾ ഇനിയും ഏറെയുണ്ട്. അത് തുടരുക തന്നെ ചെയ്യും.